ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസായിട്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ സ്വീറ്റ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മക്കളും പേരക്കുട്ടികളുമൊക്കെ നമ്മളെ വീട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്ത് കുതിർത്തിട്ട് വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഹെൽത്തി ലീഫാണ്, മുരിങ്ങയില ഉണ്ടല്ലേ. ഇത് നമുക്കെല്ലാം ഊരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയാണ്. ഇത് ഇളം തേങ്ങയാണ്. കരിക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം കരിക്ക് കിട്ടിയില്ലതിന് പകരം ഇളം തേങ്ങ എടുത്തേക്കുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്കിത് തയ്യാറാക്കാം. അത് വലിയ തണ്ടെല്ലാം ഊരി കളയണം. ഇതിനകത്ത് വല്ല പ്രാണിയൊക്കെ ഉണ്ടോയെന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇലയുടെ അടിവശത്ത് കാണും. അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ചിലന്തിയൊക്കെ ആണെങ്കിൽ നല്ല വിഷാംശമുള്ള ചിലന്തി ആയിരിക്കും. പിന്നെ നല്ലപോലെ നീക്കം ചെയ്തിട്ട് വേണം ഇല എടുക്കാൻ. ഏത് ഇല എടുത്താലും നമ്മൾ ഇലയുടെ അടിഭാഗത്ത് വേണം നോക്കി ക്ലീൻ ചെയ്യാൻ. പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇലയെല്ലാം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ തണ്ട് ഇരുന്നാലും പ്രശ്നമില്ല, വലിയ തണ്ടെല്ലാം കളയണം. കാരണം ഇത് നമ്മൾ വേവിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ടൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ ആ തണ്ടെല്ലാം ഇങ്ങ് പോരും. മുരിങ്ങയിലയുടെ ഗുണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അംശമൊന്നും ഇല്ലാത്തതാണ്. കീടനാശിനിയോ ഒന്നും തളിക്കാതെ കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. നമ്മളിന്ന് വാങ്ങിക്കുന്ന ചീരയിൽ പോലും വിഷത്തിൻ്റെ അംശം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവർ തളിക്കുന്ന മരുന്നിൻ്റെ ആയിരിക്കും. എന്തായാലും നമുക്കിനി വേണ്ടുന്നത് പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് ഈ ഇലയുടെ തനിമ, നിറം നഷ്ടപ്പെടാതെ നമുക്ക് ആ പലഹാരത്തിന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാവുന്നതാണ്. ശർക്കര ചേർക്കുമ്പോൾ ഈ ശർക്കരയുടെ നിറമായിരിക്കും അപ്പത്തിനുണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കാം. നമ്മൾ ചേർക്കുന്നത് ഏലക്കയാണ്. ഒരു മണത്തിന് വേണ്ടി നമ്മൾ ഏലക്ക ചേർക്കുന്നുണ്ട്. മുരിങ്ങയിലെല്ലാം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളം ചേർത്ത് തന്നെ നല്ലപോലെ അരച്ചെടുക്കാം. ഉണ്ടല്ലേ, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിമാവിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഉണ്ടല്ലേ, ഇതിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ച് തന്നെ എടുക്കണം. എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു നല്ല പച്ച കളറാണ് മാവിനുള്ളത്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഇത് ഭംഗിയെ കാണാൻ. ഈ ഭംഗിയൊക്കെ കാണുമ്പോൾ കുട്ടികൾ തന്നെ കഴിച്ചോളും. മുരിങ്ങയിലയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇത് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ മാവെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സ്വല്പം നെയ്യ് തടവുകയാണ്. എല്ലാം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കലക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതിയെ എടുക്കാവൂ, കാരണം പൊങ്ങുന്ന ഇതാണ്. നമ്മുടെ മുരിങ്ങേൻ്റെ അപ്പം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണിത്. ഉണ്ടല്ലേ, നല്ല വൃത്തിയായിട്ട് പാത്രത്തിൽ നിന്ന് ഇളകി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മയവും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ഇങ്ങനെ പുതിയ പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കി അടിച്ചു പൊളിക്കാം. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. സൂപ്പർ.